ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് BJPക്കെതിരെയും PC ജോർജിനെതിരെയും എന്തിന് ഷോൺ ജോർജിനെതിരെയും ആഞ്ഞടിച്ച ഒരു യുവ ക്രൈസ്തവ പുരോഹിതനെയാണ്. നിഖിൽ ജോർജ് എന്നാണ് ആ യുവ ക്രൈസ്തവ പുരോഹിതന്റെ പേര്. ക്രൈസ്തവ പുരോഹിതന്മാരിൽ പലരും, പ്രത്യേകിച്ച് മുതിർന്ന പുരോഹിതന്മാരല്ലേ, അവരൊക്കെ ക്രൈസ്തവർക്ക് നേരെ BJP കാണിക്കുന്ന അക്രമം കണ്ടിട്ട് പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള യുവ പുരോഹിതന്മാര് BJPക്കെതിരെ ആഞ്ഞടിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കെന്തായാലും ഈ യുവ പുരോഹിതൻ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും BJPന്റെയും അടപ്പൂരുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? സമയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടേ പറ്റൂ. വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പം പിതാക്കന്മാരുടെ കോൺഗ്രസ് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറേ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP പറഞ്ഞവർ ഹാലിളകുന്നത് എനിക്ക് തലയ്ക്ക് ശരിയില്ലായിട്ടാണ്. കേരളത്തിൽ ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യം 2.5% എന്നത്തെ കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നു നടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചു പോലും ഇത്ര ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചോണ്ട് ഈ പിതാക്കന്മാർക്ക് ഊളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടിപ്പിച്ച് പറയുന്നത്. കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കണം. ചാടിക്കളിയേണ്ടി വേറെ പാർട്ടിയൊന്നുമില്ല. ഏറ്റവും അവസാനം BJPയിൽ എത്തിയെന്നാൽ പിന്നെ രണ്ടെണ്ണം പറഞ്ഞേക്കാൻ നേരിട്ട് പറയുന്ന ഒരു സ്വഭാവം അത്രയേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് മുൻപ്, ഇതിന് മുൻപുണ്ടായിരുന്ന ഇലക്ഷനിൽ ഇങ്ങനെ മുസ്ലിംസിനെതിരെ സംസാരിച്ച അടപടലം പൊട്ടിപ്പോയി. ഇപ്പോൾ ഇത് ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി അവകാശപ്പെടുന്നത് പുള്ളി ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഷോൺ പറയുന്നതും PC ജോർജ് പറയുന്നതും ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ ആ ഒരു ലേബൽ, അല്ലെങ്കിൽ അതിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നത് ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം RSSന്റെയും BJPയുടെയും ഭാഗമായതിനു ശേഷമാണ് അങ്ങനെ സാധിച്ചതെന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ PC ജോർജിനെയും കുറച്ച് പ്രസ്താവനകൾ നമ്മൾ കേട്ടു അല്ലേ. BJP ആണ് ക്രിസ്ത്യാനിയെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്. മിസ്റ്റർ PC ജോർജ്, BJP ക്രിസ്ത്യാനിയെ ചുമക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏത് സംസ്ഥാനത്തിലാണ് ഈ BJP ക്രിസ്ത്യാനിയെ ചുമന്നു എങ്ങനെയാണെന്നറിയോ? വെട്ടിക്കൂട്ടി തുണ്ടമായി പെട്ടിയിൽ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. അതല്ലാതെ ഒരു ക്രിസ്ത്യാനിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു BJPയും ഒരു ക്രിസ്ത്യാനിയെ സഹായിച്ചിട്ടില്ല. എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നിങ്ങൾ ഈ കാടടച്ച് വെടിവെക്കുന്ന പരിപാടിയില്ലേ, അത് ശരിയല്ല, അത് തെറ്റാണ്. അത് ഇടയ്ക്കൊക്കെ ഈ പത്രം വായിക്കണം, അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങൾ വാർത്തകളൊക്കെ ഇടയ്ക്ക് കാണുക. ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ ഈ ക്രിസ്ത്യാനിയെ താങ്ങുന്ന BJPയെ കണ്ടത്? ഇവിടെ പോലുമില്ല. പാലക്കാട് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ക്രിസ്മസ് സഭാനി ഇറങ്ങുന്ന നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സമയത്ത് RSSകാർ വന്നുകൊണ്ട് ഈ കുട്ടികളെ ഓടിക്കുകയും അവരുടെ കയ്യിലിരുന്ന വാദ്യോപകരണം നശിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കഴിഞ്ഞ വർഷം കൂടി കണ്ടതാണ്. അപ്പോൾ കേരളത്തിന് പേര് പറയരുത്. ഇനി അതാ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അല്പമെങ്കിലും ബോധ്യമുണ്ടോ? ഒരു 2 വർഷം മുൻപ് ഫെബ്രുവരി മാസം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൈസ്തവ സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് ഈ RSSന്റെയും ശിവസേനയുടെ വക്താക്കൾ നമ്മുടെ സ്കൂളുകൾ കൊണ്ട് ലിഖിലെ കൊടുത്ത കാര്യം താങ്കൾക്കറിയാവോ? അവിടെയുള്ള എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നു തള്ളിയ കാര്യം താങ്കൾക്കറിയാവോ? ത്രിപുരയിലും ഒഡീഷയിലും ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയെക്കുറിച്ച് താങ്കൾക്കറിയാവോ? ഒഡീഷ ഒരു പാസ്റ്ററിനെ കൊണ്ട് ചാണകം തിരിച്ച കാര്യം താങ്കൾക്കറിയാവോ? അപ്പോൾ വായിൽ മാത്രം ചാണകം കയറിയാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, തലയിലും കൂടി കയറി കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ അത് താങ്കൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം വെറുതെ ഞങ്ങൾ തള്ളി വിടുവാനായിട്ട്. താങ്കളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഒത്തിരിയേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയെ താങ്ങുന്നത് BJP ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്നതിനാണ് കാണാൻ വേണ്ടിയായിരിക്കും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശം അനുസരിച്ചിട്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ജീവിക്കുന്നത്. അത് നമ്മുടെ മൗലിക അവകാശമാണ്. അതിനെതിരെയാണ് ഈ പറയുന്ന RSSന്റെ അനുഭവത്തോടു കൂടി താങ്കൾ വിശ്വസിക്കുന്ന ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിംസിനെ അടിച്ച് ഒതുക്കാൻ നോക്കുന്നത്, ക്രിസ്ത്യാനികൾ അടിച്ച് ഒതുക്കാൻ നോക്കുന്നത്, ഇതൊക്കെ അടിച്ചൊതുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. പിന്നെ താങ്കൾ പറഞ്ഞു ഊളത്തരം മാത്രം പറയുന്ന ചില പിതാക്കന്മാരെ കുറിച്ചൊക്കെ താങ്കൾ പറയണ്ടേ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ജോർജ് ചേട്ടാ. കാരണം പറയുന്ന താങ്കളുടെ വാക്കുകളിൽ ഊളത്തരമൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണല്ലോ. സ്ഫുടമായ, സ്പഷ്ടമായ, സഭ്യമായ വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഇതുപോലെ നിഷ്ഠൂരം നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന, അവരെ ആട്ടിപ്പായിക്കുന്ന ഒരു സമൂഹത്തെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുന്ന, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുന്ന, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പോലും എത്രയോ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ. ഇതൊന്നും ഈ BJP ഭരിക്കുന്ന നാട്ടിലല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നമ്മുടെ വൈദികരോടും അവിടെ സേവനം ചെയ്യുന്ന വൈദികരോടും സന്യസ്തരോടും അവിടുത്തെ ക്രിസ്ത്യൻ ജനതയോടും നിങ്ങൾ ചോദിക്കണം. അത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയരുത്. അപ്പോൾ നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, ഒരു പാവപ്പെട്ടൊരു വിദേശി. ആ ഒരു കുഗ്രാമത്തിലെ ആ ജനങ്ങൾക്ക് വേണ്ടി അയാൾ വിദ്യാഭ്യാസം ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? സിസ്റ്റർ റാണി മരിയയ്ക്ക് എന്ത് സംഭവിച്ചു? പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനി 2.4% ഉള്ളൂ, അത് സമ്മതിച്ചു എന്ന് കരുതിയിട്ട് ക്രിസ്ത്യാനിക്ക് ജീവിക്കാനായിട്ട് മറ്റൊരുവൻ്റെ അവകാശം വേണമെന്ന് ആണോ താങ്കൾ വിചാരിക്കുന്നത്? ഇത്രയും നാൾ അങ്ങനെയല്ല നമ്മൾ ജീവിച്ചത്. ഇത്രയും നാൾ ഈ ലോകത്തിൽ, ഈ രാജ്യത്ത് ഒരു ക്രിസ്ത്യാനി ഒരു BJPക്കാരൻ്റെയോ കോൺഗ്രസ്സുകാരൻ്റെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ അനുവാദത്തോടു കൂടിയല്ല ജീവിച്ചത്. ക്രിസ്ത്യാനിയിൽ കോൺഗ്രസ്സുകാരനുണ്ട്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുണ്ട്, BJP അനുഭാവിയുണ്ട്. അത് സംശയമുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ ഒരു ഉദാഹരണമല്ലേ, BJP അനുഭാവിയുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള, ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളായിട്ടുള്ള എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളോടും പാർട്ടി വൈസായിട്ടും അതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല.
പക്ഷേ ഇവരുടെ അനുവാദം കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ താങ്കളൊക്കെ ഇത്രയും വർഷം ജീവിച്ചത് ആരുടെ ഔദാര്യത്തിലായി പോയില്ലേ? അല്ല, അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാടടച്ച് വെടിവെക്കാവോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ 2.25% ക്രിസ്ത്യാനികൾ നമ്മളോട് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ താങ്കളൊരു പാർട്ടിയിലേക്ക് പോയി എന്ന് കരുതി താങ്കൾ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയെയും വിശ്വാസത്തെയും തെറി വിളിക്കാനായിട്ട് അതൊരു ലൈസൻസ് അല്ല. താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ തോക്കിന് ലൈസൻസ് ഉണ്ട്, നാവിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്ന കാര്യമല്ല. അന്ന് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. താങ്കൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മലയാളികൾ ഒരല്പമൊക്കെ ചിന്തിക്കും. മറ്റ് ചില സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അപ്പം തന്നെ വടിവാളെടുത്തുകൊണ്ട് ഇറങ്ങി കുറേ പേരുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഭ്രാന്ത് പിടിച്ചവർ ഇല്ലെന്നല്ല, കുറവാണ്. അതതിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ തവണ മുസ്ലിം സമുദായത്തെ പറഞ്ഞപ്പോൾ കുറേ കൊട്ട് കിട്ടി, അതുകൊണ്ടായിരിക്കും തവണ ക്രിസ്ത്യൻ സമുദായത്തെ പറഞ്ഞത്. അല്ലേ, സാരമൊന്നുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത തവണ താങ്കൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചാടി കഴിയുമ്പോൾ ചിലപ്പോൾ ഹിന്ദു സമുദായത്തെക്കുറിച്ച് പറയുമായിരിക്കും. അപ്പോൾ അത് താങ്കൾ തുടർന്നുകൊണ്ട് പൊക്കോളുക, പറഞ്ഞു മാത്രം. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഇവിടെ ജീവിക്കുന്നത് ഒരു BJPയുടെ ഔദാര്യം കൊണ്ടല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്ന അവകാശം കൊണ്ടാണ്. പിന്നെ അത് മാറ്റാനായിട്ട് നിങ്ങൾ കുറേ പരിശ്രമിച്ചു, നടന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്കളും ക്രിസ്ത്യാനി താങ്കൾ പറഞ്ഞല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യുവ പുരോഹിതന് ഒരു കാര്യത്തിൽ കൂടി ഞാൻ നന്ദി പറയുന്നു. താങ്കളുണ്ടല്ല ക്രൈസ്തവരുടെ കാര്യം പറയുമ്പോൾ മുസ്ലിങ്ങളെ കൂടി ചേർത്ത് പിടിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാനുണ്ടല്ല കുറച്ച് പുരോഹിതന്മാരുടെ ഐഡിയും തപ്പിയിട്ട് അങ്ങ് പോയി. കാരണം കുറച്ച് കാലം മുന്നേ വരെ BJP ഭരണത്തിൽ വന്നാല്, അതായത് കേരളത്തിൽ BJP ഭരണത്തിൽ വന്നാല് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പുരോഹിതന്മാരുടെ ഐഡി, അതിൽ പ്രായമായ കുറച്ച് പുരോഹിതന്മാരുണ്ടായിരുന്നു, കുറച്ച് യുവ പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഐഡി തപ്പി പിടിച്ചു നോക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് അവന്മാരൊന്നും വീഡിയോ ഇട്ടിട്ടേ കാണുന്നില്ല. അവരുടെയൊക്കെ ഐഡി ഉണ്ടല്ല ചത്ത പോലെ കിടക്കുന്നു കുറച്ച് ദിവസമായിട്ട്. അവരുടെയൊക്കെ ഐഡിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒറ്റ വീഡിയോ കാണുന്നില്ല. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഒന്നും BJP കേരളത്തിലല്ല ഇന്ത്യയിൽ വന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന്. അത്തരം ക്രിസ്തങ്കി പുരോഹിതന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുണ്ടല്ല മറ്റു മതങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമോ, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. പക്ഷേ നിങ്ങളെ മതങ്ങൾക്ക്, അതായത് ക്രൈസ്തവർക്ക് പ്രശ്നം ഉണ്ടാകുമെങ്കിലും കുറച്ചെങ്കിലും സംഘപരിവാറിനെതിരെ ഒന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? നിങ്ങൾക്കിട്ട് പണി കിട്ടുമ്പോഴെങ്കിലും സംഘപരിവാറിന്റെ മനസ്സിലിപ്പോ മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ പ്രതികരിക്കാനുള്ള നട്ടെല്ല് കാണിക്ക് ക്രിസ്തങ്കി പുരോഹിതന്മാരെ. അതായത് കേക്കും കൊണ്ട് അരമനയിലേക്ക് വരുന്ന വെള്ളിക്കിരീടമായിട്ടൊക്കെ വരുന്ന ടീമുണ്ടല്ല, അവര് നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്ന വർഗീയവാദികളാണെന്നുള്ള ബോധം ഇനിയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരുമോ ക്രിസ്തങ്കി പുരോഹിതന്മാരെ? എന്തായാലും നിങ്ങൾ ഇപ്പോഴൊന്നും അവരെ മനസ്സിലാക്കിയില്ലെങ്കിലും അവസാനം അവര് നിങ്ങളെടുത്ത് എത്തും. അപ്പോഴെങ്കിലും നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ക്രൈസ്തവ പുരോഹിതന്മാരിൽ, പ്രത്യേകിച്ച് യുവ പുരോഹിതന്മാരിൽ കുറച്ചാൾക്കാർക്കെങ്കിലും സംഘപരിവാർ എന്താണെന്നും സംഘപരിവാറിന്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ മതേതരത്തിന്റെ നാളെയുടെ വാഗ്ദാനമായ ഈ പുരോഹിതന്, നിഖിൽ ജോൺ എന്ന ഈ പുരോഹിതനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു, പിന്നെ എല്ലാവർക്കും നല്ലൊരു സുലാൻ.